ഊട്ടുപാത്രങ്ങളും പിച്ചള പാത്രങ്ങളും കേരള തനിമയുടെ ഭാഗങ്ങളായിരുന്നു. പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നതാണ് ഓട് വെച്ചുള്ളതും പിച്ചള വെച്ചുള്ളതൊക്കെ വിവിധ തരം പാത്രങ്ങൾ. നമ്മൾ കുക്ക് ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും എല്ലാം പലതരത്തിൽ ആയിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കിച്ചണിലെല്ലാം കാണുന്നത് സ്റ്റീലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അലൂമിനിയം പോലുള്ള കുക്ക് വെയർ ആണ്. നിങ്ങൾ ഗൂഗിൾ വെറുതെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. ടെഫ്ലോൺ കോട്ടിങ് പോലുള്ള നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ് എന്തൊക്കെ ശരീരത്തിന് ഹാനികരം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഇന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഓട്, പിച്ചള എന്ന് പറഞ്ഞാൽ ബ്രാസ്. ഇതുപോലുള്ള അലോയ് വെച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തരത്തിലുള്ള ശരീരത്തിന് കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഫുഡിൽ ന്യൂട്രീഷ്യൻസ് ഒരു 95% അതിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ആയിക്കോട്ടെ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് കുക്ക്വേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡിലെ കെമിക്കലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയും വളരെയധികം മോശം രീതിയിലേക്ക് പോകുന്നുണ്ട്. നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ വിവിധ തരം ബ്രോൺസും ബ്രാസും, അതായത് ഓടും പിച്ചളയും വെച്ച് നിർമ്മിച്ചിരിക്കുന്ന വിവിധ തരം കുക്ക്വേഴ്സിനെ പറ്റിയാണ്. ഓട്ടുപാത്രങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് കേരളത്തിൻ്റെ സ്വന്തം ഓട്ടുരുളികളെ പറ്റിയാണ്. ഓട്ടുരുളികൾ ഏകദേശം ഒരു 8 ഇഞ്ച് ഡയമീറ്റർ മുതൽ ഏകദേശം 20 ഇഞ്ച് ഡയമീറ്റർ വരെയാണ് നോർമലി അവൈലബിൾ ഉള്ളത്. അല്ലാതെ എന്ത് ഡയമീറ്ററിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഉരുളി ഇപ്പോൾ ഇതൊരു നാടൻ മോഡലായിട്ടുള്ളൊരു ഫിനിഷാണ്. ഇത് തന്നെ നമുക്കൊരു മാറ്റ് മോഡലോ ഇല്ലെങ്കിൽ ഒരു പോളിഷ് ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് തന്നെ താഴെ ഇപ്പോൾ മുട്ടൊക്കെ ഉള്ളതുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ഉള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഉരുളി നമുക്ക് ഇത്രയും നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡീപ് ഫ്രൈക്ക് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കറികൾ വല്ലതും ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പൊരിക്കാനൊക്കെ ആയിക്കോട്ടെ, പായസമൊക്കെ ഉണ്ടാക്കാനായിക്കോട്ടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഉരുളിക്ക് തന്നെ കാത് വരുന്ന രീതി, 2 ഹാൻഡിലൊക്കെ വരുന്ന രീതിയിലുള്ള വാർപ്പുകൾ. നമ്മൾ ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാനായിക്കോട്ടെ, ഇല്ലെങ്കിൽ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനും തോരനൊക്കെ ഉണ്ടാക്കാനും നമുക്ക് വാർപ്പുകൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. വാർപ്പ് എന്ത് വലുപ്പം വരെ, അതായത് ഇപ്പം ഈ അടുത്ത് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഏകദേശം 2500 കിലോ ഉള്ള വാർപ്പ് വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള ഏത് സൈസിലുള്ള വാർപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അപ്പച്ചട്ടികൾ വരുന്നത്. അപ്പച്ചട്ടി നമുക്കിത് അപ്പം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് ഫ്രൈ ചെയ്യാനോ കാര്യങ്ങളോ, ഇല്ലെങ്കിൽ ഏത്തയ്ക്ക ഒന്ന് പൊരിക്കാനോ, ഇല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ദോശക്കല്ലുകൾ, നമുക്ക് ദോശയോ ഇല്ലെങ്കിൽ ചപ്പാത്തിയോ ഇല്ലെങ്കിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ദോശക്കല്ലുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പാനുകൾ പല സൈസിലായിട്ട് അവൈലബിൾ ആണ്. ഇത് ഫ്ലാറ്റൊക്കെ ഉള്ള ബേസാണ് ഈ പാനയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതും പല സൈസ് നമുക്ക് അവൈലബിൾ. ഇത് കറിയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ തോരനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഉരുളിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചട്ടുകങ്ങളൊക്കെ ഉണ്ട്, അതും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ പനിയാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോളിഷായിട്ടുള്ള ഇതുപോലുള്ള നല്ല സ്മൂത്തായിട്ടുള്ള ഉണ്ണിയപ്പക്കാരകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇത്തിരി കൂടെ കുഴിയൊക്കെ വലുതായിട്ടുള്ള നാടൻ ടൈപ്പിലുള്ള ഉണ്ണിയപ്പക്കാര ഇപ്പോൾ പോളിഷ് വരുമ്പോൾ ഏകദേശം 3 കുഴി, 5 കുഴി, 7 കുഴി, 11 കുഴി, അങ്ങനെ പല കുഴിയിൽ അവൈലബിൾ ആണ്. ഇത് ഒരു 5 കുഴി, 7 കുഴി, 9 കുഴി, 11 കുഴി, അതും പല സൈസിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ അച്ചപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള അച്ചപ്പത്തിൻ്റെ അച്ചുകൾ ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ മുതൽ ഒരു 14 സെൻറ്റിമീറ്ററൊക്കെ ഡയമീറ്ററുള്ള പല ടൈപ്പ് അച്ചപ്പത്തിൻ്റെ വലിപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. അച്ചപ്പത്തിൻ്റെ അച്ച് ഇതുപോലെയുള്ള വുഡൻ ആയിട്ടുള്ള ഹാൻഡിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതുപോലുള്ള നമുക്ക് പിച്ചളയിലുള്ള ബ്രാസിലുള്ള ഇതുപോലത്തുള്ള സേവനാഴികൾ, നമുക്കിപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇല്ലെങ്കിൽ മുറുക്കോ ഇല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സേവനാഴികൾ. ഈ സേവനാഴി വരുമ്പോൾ ഏകദേശം ഒരു 6 അച്ചും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നതാണ്. സേവനാഴിതാണ് ഇത്രയും കൂടെ ഒരു ഹാൻഡ് വലുതേ ഉള്ള മോഡലാണിത്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 4 കിലോയും ഒരു 5 കിലോയും വലുപ്പത്തിൽ വരുന്നതാണ്. ഇതുപോലുള്ള കാൽ സേവനാഴികളുണ്ട്, നമുക്കിത് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് സോസ് പാൻ, ഓടിൻ്റെ തന്നെ സോസ് പാൻ വരുന്നത്, അത് 1 ലിറ്റർ 2 ലിറ്റർ അങ്ങനെ പല കപ്പാസിറ്റിയിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ഓടിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള നമുക്ക് ബ്രോൺസിൻ്റെ ഒരു യൂട്ടൻസിലാണ് ഇതുപോലുള്ള ബ്രോൺസിൻ്റെ ചീനച്ചട്ടികൾ 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്, 14 ഇഞ്ച് അങ്ങനെ പല ഡയമീറ്റർ ഇത് അവൈലബിൾ ആണ്. നമുക്ക് ഇത് ഫ്ലാറ്റ് ബേസ് ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ് ഫ്രൈ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പായസം ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാനോ ഡെയിലി കുക്ക് ചെയ്യാനോ ഒക്കെ ഇഷ്ടംപോലെ പേര് നമുക്കിത് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മാന്നാർ ക്രാഫ്റ്റിൽ നമുക്ക് ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതുപോലുള്ള കടായികൾ. പിന്നെ ഓടിൻ്റെ തന്നെ പോളിഷായിട്ടുള്ള പുട്ടുകുടങ്ങളുണ്ട്, ഇതുപോലുള്ള നാടൻ ടൈപ്പ് ഉള്ള പുട്ടുകുടങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓടിൻ്റെ കലങ്ങൾ പല ലിറ്ററിലുള്ള പല കപ്പാസിറ്റിയിലുള്ള ഇതുപോലുള്ള ഓട്ടുകലങ്ങൾക്ക് പായസമൊക്കെ ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ പാലൊക്കെ കാച്ചാനും ഒക്കെ പറ്റുന്നതാണ് ഇതുപോലുള്ള ഓട്ടുകലങ്ങൾ. പിന്നെ ഇതുപോലെ പിച്ചളയിലുള്ള പിന്നെ സോസ് പാനും കാര്യങ്ങളും പിച്ചളയിലുള്ള ഫ്രൈ പാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള ലഞ്ച് ബോക്സുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇതുപോലുള്ള മസാല ബോക്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ ഇടികല്ലുകൾ, ഇപ്പോൾ മസാലക്കൂട്ടവല്ലൊക്കെ ഇടിക്കാനുള്ള ഇതുപോലത്തുള്ള ഇടികല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് മാന്നാർ ക്രാഫ്റ്റിൽ നമുക്ക് ബ്രാസ് ബ്രോൺസ് കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. പുതിയതായിട്ടൊരു ബ്രോൺസോ അല്ലെങ്കിൽ ബ്രാസോ ആയിട്ടുള്ള കുക്കേഴ്സ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉരുളിയാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ, അപ്പോൾ എത്ര പേര് നിങ്ങളുടെ ഉണ്ട്, ഇപ്പം 2 പേർക്കാണോ ഇല്ലെങ്കിൽ 4 പേർക്കാണോ ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ അനുസരിച്ച് നിങ്ങൾ വാങ്ങിയാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 2 പേർക്കൊക്കെ ഉള്ളതിനാണ് ഉരുളി വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചൊക്കെ മതിയാവും. അതല്ല നിങ്ങൾക്കൊരു 4 പേര് ഇല്ലെങ്കിൽ 5 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 12 ഇഞ്ചൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലുള്ള സോസ് പാന് കാര്യങ്ങളൊക്കെ എത്ര ലിറ്ററാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്ര പേരുണ്ട് അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഓടിൻ്റെയൊക്കെ ചീനച്ചട്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ എണ്ണമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതിയായിരിക്കും. ഉണ്ണിയപ്പക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആപ്പടെ 2 പേരേ ഉള്ളൂ, ഒരു 3 കുഴിയുടെ ഉണ്ണിയപ്പക്കാർ ഇല്ലെങ്കിൽ ഒരു 5 കുഴിയുടെ ഉണ്ണിയപ്പക്കാർ ഉണ്ടാക്കിയാൽ മതി. അതല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു 4-5 പേരൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 9 കുഴിയോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ എണ്ണം അനുസരിച്ചൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓടിൻ്റെയോ പിച്ചളയുടെ ഒരു പാത്രങ്ങൾ ഇൻഡക്ഷനിലോ ഓവനിലോ ഒന്നും വെക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇൻഡക്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓവൻ മാത്രമാണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബ്രോൺസിൻ്റെയോ ബ്രാസിൻ്റെയൊക്കെ ഒന്നും യൂട്ടൻസിൽസ് ഒന്നും വാങ്ങാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അപ്പോൾ ഓട്ടുപാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉരുളിയിലായിക്കോട്ടെ ഇല്ലെങ്കിൽ ഈ ഓടിൻ്റെയൊക്കെ ചീനച്ചട്ടിയിലായിക്കോട്ടെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേ നേരം അതിൻ്റെ അകത്തൊക്കെ വെക്കുവാണെങ്കിൽ ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റോ ഇല്ലെങ്കിൽ കളറോ ഒക്കെ മാറാൻ ചാൻസ്, കാരണം ഇതൊക്കെ എന്നൊരു അലോയാണ്, ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ക്ലാവ് ഇറങ്ങാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓട്ടുപാത്രങ്ങളായിക്കോട്ടെ നമ്മൾ പിച്ചള പാത്രങ്ങളായിക്കോട്ടെ എപ്പോഴും പറയുന്നത് അതൊരു കുക്ക് ചെയ്യാനാണ് ഏറ്റവും ഗുഡ്. നമുക്ക് സെർവ് ചെയ്യാനോ ഇല്ലെങ്കിൽ കുറേ നേരം സ്റ്റോർ ചെയ്തിരിക്കാനോ പറ്റത്തില്ല. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് നേരെ സെർവ് ചെയ്ത് മാറ്റുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് ഉടൻ തന്നെ എടുത്ത് വെക്കാൻ പാടില്ല. കാരണം ഒരു ലോ ഫ്ലെയിമിലോ ഒക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പാത്രത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയലോ ഇല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ വെക്കുവാണെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നല്ല ചൂട്, ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. ആ ചൂട് ഉടൻ തന്നെ എടുത്ത് വെള്ളത്തിലോ സിങ്കിലോ എടുത്ത് ഒറ്റയടിക്ക് ഇടല്, അതൊരു റൂം ടെമ്പറേച്ചറിലേക്കൊക്കെ താന്ന് വന്നിട്ട് ഇടുന്നതായിരിക്കും, ഇല്ലെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓട്ടുപാത്രങ്ങളൊക്കെ മെറ്റൽ സ്പൂണൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഹാർഷായിട്ടൊന്നും യൂസ് ചെയ്യല്. ഒന്നെങ്കിൽ ഓട്ടിൻ്റെ തന്നെ സ്പൂണൊക്കെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വുഡനായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. സ്റ്റീലോ ഇല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല, പക്ഷേ ഭയങ്കര ഹാർഷായിട്ട് ഒരയുന്ന രീതിയിലോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോഴും ഈ മെറ്റൽ സ്ക്രബ്ബേഴ്സൊക്കെ ഭയങ്കര ഹാർഷ് ആകുന്നത് ഒഴിവാക്കുക. ഈ ഓട്ടുപാത്രമൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് വാഷ് ചെയ്തൊക്കെ നമുക്ക് വെക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ്, അതല്ലാതെ നമുക്ക് ഈ വെറുതെ കുറേ നേരം ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലാവൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം കഴുകിയിട്ട് ഉണക്കി ഒരു ഡ്രൈ ഒരു തുണിയൊക്കെ കൊണ്ട്, ഒരു കോട്ടൺ തുണിയൊക്കെ കൊണ്ട് തുടച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിപ്പം ഇപ്പോൾ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും വെക്കാൻ പാടില്ല. നമുക്ക് അതുപോലെ തന്നെ ഒരു ഓട്ടുപാത്രത്തിൻ്റെ മേളിൽ വേറെ ഓട്ടുപാത്രം വെച്ചിട്ട് അങ്ങനെയൊക്കെ വെക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. സെപ്പറേറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ നിങ്ങൾ കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, അപ്പോൾ നല്ലതായിട്ട് തുടച്ച് ഒരു പോളി കവറിലോ വല്ലതും ഇട്ട് നല്ല ടൈറ്റായിട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ മങ്ങുന്നത് ഇല്ലെങ്കിൽ ക്ലാവൊക്കെ പിടിക്കുന്നത് ഒഴിവാക്കാം. അതുപോലെ പല കസ്റ്റമറും നമ്മളോട് ചോദിക്കാറുണ്ട്, എൻ്റെ ഓട്ടുപാത്രം ഇല്ലെങ്കിൽ പിച്ചളപ്പാത്രം ഇത്ര യൂസ് കഴിഞ്ഞിട്ട് കളർ മങ്ങുന്നു, നിങ്ങളുടെ ഓടിന് മെറ്റീരിയലിന് ക്വാളിറ്റി ഒന്നും ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് മങ്ങുന്നതെന്ന്. ആക്ച്വലി ഓടായിക്കോട്ടെ ബ്രാസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കോപ്പർ ആയിക്കോട്ടെ, ഇതെല്ലാം അലോയികളാണ്. ഇത് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് എയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഓക്സിഡേഷൻ കാരണം ഇതിൻ്റെ എല്ലാം കളർ മങ്ങും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതൊരിക്കലും മെറ്റീരിയലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ ഒന്നും വരുന്നതല്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് മങ്ങുന്നത് ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം പീതാമ്പരിയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ധാര പോലെയുള്ള ലിക്വിഡ് ക്ലീനിങ് പൗഡറും ലിക്വിഡും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്ന, ഇല്ലെങ്കിൽ വീട്ടിലൊക്കെ തന്നെ ക്ലീൻ ചെയ്യാവുന്ന ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. ഇതുപോലെയുള്ള ബ്രാസും ബ്രോൺസിൻ്റെ ഒക്കെ യൂട്ടൻസിൽസ് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഷൈനിങ് ആയിട്ട് നിൽക്കും. ഓട്ടുപാത്രങ്ങളും ഒക്കെ നമുക്ക് ഏതാണെങ്കിലും നമുക്ക് ആ ഷൈനിങ് നിർത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ മതി. അല്ലാതെ മെറ്റീരിയലിൻ്റെ കംപ്ലയിൻറ്റോ ഇല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല അതുപോലെ ഷൈനിങ് നഷ്ടപ്പെടും. അത് നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, ഈ ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ കാര്യങ്ങൾ, ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങൾ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പം കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റീലിനോടോ അലൂമിനിയത്തിനോ നോൺ സ്റ്റിക്കോ ഒക്കെ ആണെങ്കിൽ അത്
എക്സ്പെൻസീവ് തന്നെയാണ് ആ പ്രൈസ് വരുമ്പോൾ. കാരണം ഒരു സ്റ്റീലിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഫ്രൈ പാൻ ചിലപ്പോൾ 500-600 രൂപ ആയിരിക്കത്തുള്ളൂ. ഇതാകുമ്പോൾ ചിലപ്പോൾ 2000+ ഓളം റേറ്റ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഹെൽത്ത് എത്രത്തോളം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു കാര്യം ഹെൽത്ത് വെച്ച് നോക്കുവാണെങ്കിൽ. രണ്ട് ബഡ്ജറ്റ് വെച്ച് ചിന്തിക്കുവാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കോ ആയിട്ടുള്ള കുക്ക് വെയർ നിങ്ങൾക്കൊരു 2-3 വർഷമൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ ടെഫ്ലോണൊക്കെ ഇളങ്ങിയിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും നമ്മുടെ ഹെൽത്തിന്. പക്ഷേ ഒരു ഓട്ടുപാത്രം നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ജനറേഷനും എല്ലാം നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ പല ജനറേഷൻ മാറി വന്ന ഓട്ടുരുളികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആണ് അങ്ങനൊരു തിങ്കിങ് ഒരിക്കലും ഓട്ടുപാത്രങ്ങളിലോ ഒന്നും നമുക്ക് വെക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇപ്പോൾ ഓട്ടുപാത്രങ്ങൾ ഇഷ്ടംപോലെ ഹെൽത്ത് ബെനിഫിറ്റുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ഡീപ് ഫ്രൈക്കും കാര്യങ്ങളൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ബ്രോൺസിൻ്റെ യൂട്ടൻസിൽ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമുക്ക് ബ്രോൺസിൻ്റെ യൂട്ടൻസിലായിക്കോട്ടെ ഇതുപോലുള്ള ബ്രാസിൻ്റെ യൂട്ടൻസിലായിക്കോട്ടെ നമുക്ക് മെയിൻറ്റെയിൻസ് ഇത്തിരി ഹെവി പാടാണിത്. നോർമലായിട്ടുള്ള നിങ്ങൾ ഈ സ്റ്റീലോ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കൊക്കെ വാഷ് ചെയ്യുന്നോട്ടോ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും കൂടെ മെയിൻറ്റെയിൻസ് ഇത്രയും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഈ എല്ലാ ബ്രോൺസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ബ്രാസ് ആയിക്കോട്ടെ കുക്ക് വെയർസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ എത്രയും പെട്ടെന്ന് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന സൈസിൽ വല്ലതും ഡൗട്ടുണ്ട്, ഞാൻ ഏത് സൈസ് പർച്ചേസ് ചെയ്യണം ഇല്ലെങ്കിൽ എൻ്റെ ഇന്ന റിക്വയർമെൻറ്റിന് ഇന്ന പാത്രം ശരിയാവും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളെ കണക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ എല്ലാവർക്കും ഇത് ഉപയോഗമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.